dear students. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് ആണ്. നമ്മൾ നമുക്കറിയാം സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വൈബ്രേഷൻ അല്ലേ. ഒരു ഒരു വൈബ്രേറ്ററി മോഷനാണ് സൗണ്ട് എന്ന് പറയുന്നത്. ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എപ്പോഴും ഒരു മീഡിയം ആവശ്യമാണ്. നമ്മൾ സാധാരണ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വേവാണ്. പക്ഷെ ലൈറ്റിനൊരിക്കലും ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ലൈറ്റ് വാക്വത്തിലൂടെയാണേലും കടന്നു വരും. പക്ഷേ സൗണ്ടിൻ്റെ പ്രത്യേകത സൗണ്ട് റിക്വയർസ് എ മീഡിയം. അപ്പം ആ ഒരു വൈബ്രേറ്ററി മോഷൻ ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ എ മീഡിയം ഇൻ ദ ഫോം ഓഫ് എ മെക്കാനിക്കൽ വേവ്, അതിനെയാണ് നമ്മൾ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഓസിലേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഓസിലേഷൻ എന്താണ്, ഓസിലേറ്ററി മോഷനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓസിലേഷൻ്റെ മെയിനായിട്ട് നമ്മൾ എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എക്സാമ്പിൾസ് ആണ് ഒരു സ്വിങ് അല്ലേ, ഊഞ്ഞാലാടുന്നത്, അതുപോലെ പെൻഡുലത്തിൻ്റേത് ഓസിലേറ്ററി മോഷനാണ്. അപ്പോൾ എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ എബൌട്ടായിട്ട് ടു ആൻഡ് ഫ്രോ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കാണും. ആ പൊസിഷൻ എബൌട്ടായിട്ട് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓസിലേഷൻ എന്ന് പറയുക. അതിന് മെയിനായിട്ടുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓസിലേഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ മോഷൻ വിച്ച് റിപ്പീറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അതിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുക. അപ്പം പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം എബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫിക്സഡ് പൊസിഷൻ എബൌട്ടായിട്ട് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുക അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം എന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിൽ ഇപ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും അടുത്ത ഓസിലേഷൻ വരിക. അങ്ങനെ ഒരു ഫിക്സഡ് ടൈം ഇൻ്റർവെല്ലിൽ ഇത് ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്യുക എബൌട്ട് ആൻ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഈ ഒരു ഫിക്സഡ് പൊസിഷൻ നമ്മൾ വിളിക്കുക ഇക്വിലിബ്രിയം പൊസിഷൻ. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ ഒ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ വിളിക്കുക ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ്. അതുപോലെ ഈ ബിയും എയും നമ്മൾ പറയുക എക്സ്ട്രീം പൊസിഷൻ എന്നാണ് കേട്ടോ, എക്സ്ട്രീം പൊസിഷൻസ്. അപ്പോൾ ഇതിനൊരു ഓസിലേഷന് നമ്മളെപ്പോഴും ഒരു മീൻ പൊസിഷൻ കാണും, അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ കാണും, അതുപോലെ രണ്ട് എക്സ്ട്രീം പൊസിഷൻസും കാണും. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്? ഇപ്പോൾ ഈ സ്വിങ് നമ്മളൊരു സ്വിങ്ങിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു പെൻഡുലത്തിൻ്റെ എക്സാമ്പിൾ ആണെങ്കിലും അതിനുള്ള മോഷൻ, അതിനുള്ള ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഏത് ടൈപ്പ് മോഷനാണ് അതിന് വരിക? അതിന് വരുന്ന മോഷൻ എന്ന് പറയുന്നത് ഓസിലേറ്ററി മോഷനാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ് ഓർ ഇക്വിലിബ്രിയം പൊസിഷൻ? അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ എവിടെയാണ് ഓഫ് ദ സ്വിങ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ് ഓർ ഇക്വിലിബ്രിയം? ഇപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ, ഇപ്പോൾ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് O ആണ് കേട്ടോ. ഇത് ഈ ഫിഗറിൽ ഈ ഇക്വിലിബ്രിയം പൊസിഷൻ O ആണ്. നമ്മൾ ഈ സ്വിങ് കൗണ്ട് ചെയ്യുക. ഇപ്പം ഒരു ഓസിലേഷൻ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയുന്നുണ്ട്. ഒരു ഓസിലേഷൻ നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും ഇനീഷ്യൽ പൊസിഷൻ ആയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഓസിലേഷൻസ് കൗണ്ട് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. ഇനിയും ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ, അതായത് ഈ ഒരു ഫിക്സഡ് പൊസിഷൻ, ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ പറഞ്ഞില്ലേ, ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിന് ആ ഒരു ഒബ്ജക്റ്റിന് കിട്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫിഗർ നോക്കുവാണെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ O അല്ലേ, അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് A ആണ്. ഒരു ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് അതിന് കിട്ടുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. സ്മോൾ ലെറ്റർ A എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അത് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. കാര്യം ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് അല്ലേ.
സെന്ററിൽ നിന്ന് എത്ര ദൂരം അകലെയാണ് എന്നതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് യൂണിറ്റ് ഇസ് മീറ്റർ. ഇനി വാട്ട് ഇസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിവലന്റ് പൊസിഷൻ? ഈ ഫിഗർ പ്രകാരമാണെങ്കിൽ ദാറ്റ് ഇസ് എ അല്ലേ, എ ആണ് അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഹൗ ഷുഡ് ദ സ്വിങ്സ് ബി കൗണ്ടഡ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ കൗണ്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പൊസിഷൻ ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് വി സ്റ്റാർട്ട്സ് ഫ്രം ദിസ് പോയിന്റ് ഒ, നമ്മൾ ഓയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ബിയിൽ പോയി തിരിച്ച് ഓയിൽ വന്ന് എഗെയിൻ ബാക്ക് ടു എയിൽ പോയി തിരിച്ച് ഓയിൽ വരിക. അതായത് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 and 4 പോയിട്ട് തിരിച്ച് ഓയിൽ തന്നെ വരിക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെൻട്രൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. ഇപ്പം ഇവിടെ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ എയിൽ നിന്ന് ഓയിൽ വന്ന് ബിയിൽ പോയി തിരിച്ച് എയിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു ഓസിലേഷൻ എന്ന് കൗണ്ട് ചെയ്യാം. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓസിലേഷൻസ് നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതിനെ വെച്ചിട്ടാണ് ഓരോ ഓസിലേഷൻ. എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് എയിൽ വരുമ്പോൾ ആണ് നമ്മൾ 1 എന്ന് കൗണ്ട് ചെയ്യേണ്ടത്. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ബിയിൽ പോയി എയിൽ വന്ന് തിരിച്ച് ഓയിൽ വരുമ്പോഴാണ് 1 ഓസിലേഷൻ എന്ന് കൗണ്ട് ചെയ്യേണ്ടത് കേട്ടോ. An oscillation is completed when the body returns to its initial position in the same direction from where it is started. നെക്സ്റ്റ് ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓസിലേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഓരോ ഓസിലേഷൻ എപ്പോഴാണ് കൗണ്ട് ചെയ്യുന്നത്. ഓരോ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ പോയി എയിൽ വന്ന് തിരിച്ച് ഓയിൽ വന്നു. അപ്പം അങ്ങനെ അത്രയും വരാനായിട്ട് അത് എത്ര സമയം എടുത്തു? ദ ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് ഓസിലേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടൈം പീരീഡ് എന്ന് വിളിക്കുക. ഇപ്പം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഓ വന്ന് ബിയിൽ പോയിട്ട് തിരിച്ച് എയിൽ വരാൻ എത്ര സമയം എടുത്തു കേട്ടോ, മനസ്സിലായോ? അതാണ് എന്തെന്ന് പറയാ, ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡ്, ടൈം ടേക്കൺ ഫോർ 1 കംപ്ലീറ്റ് ഓസിലേഷൻ. അപ്പം ടൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കും. യൂഷ്വലി നമ്മൾ ടൈം പീരീഡ് ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ T കൊണ്ടാണ് കേട്ടോ, ക്യാപിറ്റൽ T. ഇനി ടൈം പീരീഡിനോട് കൂടിയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ടേമാണ് ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി? നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും ഫ്രീക്വൻസി എന്നുള്ള ടേം. അതായത് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ റിവേഴ്സാണ്. നമ്മൾ നേരത്തെ ടൈം പീരീഡ് പറഞ്ഞില്ലേ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഓസിലേഷൻ എടുത്ത സമയമാണ്. പക്ഷേ ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു സെക്കൻഡിൽ, ഇവിടെ ടൈം ഫിക്സഡ് ആണ് കേട്ടോ, അത് ഒരു സെക്കൻഡിൽ എത്ര തവണ അത് ഓസിലേറ്റ് ചെയ്തു, മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, പെൻഡുലത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടൈമർ എടുക്കുക. ടൈമറിൽ 1 സെക്കൻഡ് എന്നുള്ളത് ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈമർ ഓൺ ആക്കി, ടൈമർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 സെക്കൻഡ് ആകുമ്പോൾ ടൈമർ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നിട്ട് കൗണ്ട് ചെയ്യുക, ആ കൂട്ടത്തിൽ തന്നെ ഇത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 1 സെക്കൻഡിൽ നമ്മൾ എത്ര കൗണ്ടിങ് വന്നു, എത്ര ഓസിലേഷൻസ് വന്നു എന്ന് നോക്കുക, മനസ്സിലായോ? 1 സെക്കൻഡിൽ എത്ര തവണ ഓസിലേറ്റ് ചെയ്തു, അതായിരിക്കും ആ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം രണ്ടും ഡിപ്പെൻഡഡ്, പരസ്പരം ബന്ധമുള്ള ടേംസ് ആണ് ഈ ടൈം പീരീഡും ഫ്രീക്വൻസി. അത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ അടുത്ത ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വരിക, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് വരിക ഹെഡ്സ് ആണ്. ഹെഡ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, റുഡോൾഫ് ഹെഡ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനോടുള്ള ഒരു റെസ്പെക്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിന്, ഫ്രീക്വൻസിയുടെ യൂണിറ്റിന് ഹെഡ്സ് ഒന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സയൻറ്റിസ്റ്റ് ആണ്, ഹെഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ ഡിറ്റക്ട് ചെയ്ത, അതിൻ്റെ ഒരു പ്രസൻസ് എക്സ്പെരിമെൻ്റലി ഡിറ്റക്ട് ചെയ്ത ഒരു സയൻറ്റിസ്റ്റ് ആണ് ഈ റുഡോൾഫ് ഹെഡ്സ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മേ ബി. നമ്മൾ സാധാരണ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് കേട്ടിട്ടില്ലെങ്കിലും ഈ റേഡിയോ വേവ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, റേഡിയോ വേവ്, പിന്നെ അതുപോലെ UV, എക്സ്റേ, ഇൻഫ്രാറെഡ്, ഇതെല്ലാം നമ്മുടെ സൺലൈറ്റിൽ അല്ല നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ലൈറ്റിലുള്ള വേവ്സ് ആണ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കേട്ടോ. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഇത് എന്തിനാണ് നമ്മൾ UV, ഇൻഫ്രാറെഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേർതിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി, അതായത് ഓരോ വേവിനും ഓരോ ഫ്രീക്വൻസിയാണ്. റേഡിയോ വേവിനുള്ള ഫ്രീക്വൻസി അല്ല UVക്കുള്ളത്, അതല്ല ഗാമയ്ക്കുള്ളത്. ഗാമ റേ, ഇൻഫ്രാറെഡ് റേ, ഇതിനെല്ലാം ഓരോ ഫ്രീക്വൻസിയാണുള്ളത് കേട്ടോ. അപ്പം
ആ ഫ്രീക്വൻസിയുടെ ബേസിസിലാണ് നമ്മൾ വേർതിരിച്ചിരിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ ഡിറ്റക്റ്റ് ചെയ്ത ആളാണ് ഹഡ്സ്, റുഡോൾഫ് ഹഡ്സ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് അതിൻ്റെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ സ്മോൾ എഫ് കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. നമ്മൾ ഈ റേഡിയോ വേവ്സ് ഇപ്പം നിങ്ങൾ ഈ റേഡിയോ എഫ് എം ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ 98.3 റെഡ് എഫ് എം എന്നൊക്കെ പറഞ്ഞ് കേൾക്കത്തില്ലേ? അല്ലെങ്കിൽ ആ 98.3 എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ഫ്രീക്വൻസിയാണ് കേട്ടോ. അത് മെഗാ ഹെഡ്സിൽ പറയുന്നതാണ്. അപ്പോൾ ആ മെഗാ ഹെഡ്സ് റേഞ്ച് എന്ന് പറയുന്ന റേഡിയോ വേവിൻ്റെ ഫ്രീക്വൻസിയാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ റേഡിയോ വേവ് ഒരു സെക്കൻഡിൽ എത്ര തവണയാണ് ആ വേവിൻ്റെ ഓസിലേഷൻ വരുന്നത്, മനസ്സിലായോ? അതിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം പല യൂണിറ്റിൽ പറയാം, മെഗാ ഹെഡ്സിലും കിലോ ഹെഡ്സ് റേഞ്ചിലൊക്കെ ഉണ്ട്. കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ, കിലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10⁻³ ആണ് അല്ലേ? കിലോ എന്ന് പറഞ്ഞാൽ 1000. അപ്പം 10⁻³ ഹെഡ്സ് ആണ്. അതുപോലെ മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 ഹെഡ്സും ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. ഇനി നമ്മൾ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓസിലേഷന് എടുക്കുന്ന സമയമാണ്. അതുപോലെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. അപ്പം ഈ ഓരോ ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുക അല്ലേ? ഓരോ ഓസിലേഷന് എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുക അല്ലേ? ക്യാപിറ്റൽ ടി. അപ്പോൾ ഓരോ ഓസിലേഷന് ടി സെക്കൻഡ് എടുത്തു, ക്യാപിറ്റൽ ടി സെക്കൻഡ് എടുത്തു അല്ലേ? ക്യാപിറ്റൽ ടി സെക്കൻഡിൽ ഒരു ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ വരും? ക്യാപിറ്റൽ ടി സെക്കൻഡിൽ ഒരു ഓസിലേഷൻ ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര വരും? 1/t ഓസിലേഷൻസ് വരും അല്ലേ? ഈ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രീക്വൻസി എന്ന് പറയുക അല്ലേ? അപ്പം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/t ആയിരിക്കും, അല്ലെങ്കിൽ 1/ ടൈം പീരീഡ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ളൊരു റിലേഷനാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ടൈം പീരീഡിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓരോ ഓസിലേഷൻ എടുക്കുന്ന സമയം. അപ്പോൾ ഓരോ ഓസിലേഷൻ എത്ര സമയം എടുക്കും? ക്യാപിറ്റൽ ടി സമയം എടുക്കും അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ടി സെക്കൻഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ വരും? ക്യാപിറ്റൽ ടി സെക്കൻഡിൽ ഒരു ഓസിലേഷൻ ആണെങ്കിൽ ഒരു സെക്കൻഡിൽ 1/t ഓസിലേഷൻസ് ആണ്. ഒരു സെക്കൻഡിൽ വരുന്ന ഓസിലേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രീക്വൻസി എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/ ടൈം പീരീഡ് ആയിരിക്കും. എപ്പോഴും ഇൻവേഴ്സ് റിലേഷൻ ആണെന്ന് ഓർത്തോളുക. ടൈം പീരീഡ് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം നമ്മളൊക്കെ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന സാധനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഫ്രീക്വൻസിയുടെ ഒന്നെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ടൈം പീരീഡിൻ്റെ ഡിക്രീസിങ് ഓർഡർ. രണ്ട് രീതിയിൽ നമുക്ക് പറയാം. മനസ്സിലായി? അതായത് ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ ടൈം പീരീഡ് കുറയുന്നു എന്നാണ് അതിനർത്ഥം. ഓക്കെ. അപ്പം ഇതാണ് അത് രണ്ടും തമ്മിലുള്ള ബന്ധം. ഇനി നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റിലുള്ളതാണ്. ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute to complete 30 oscillations, how long does it take to complete 1 oscillation? ഒരു പെൻഡുലം ഒരു മിനിറ്റ് എടുത്തു 30 ഓസിലേഷന് 1 മിനിറ്റ് എടുത്തെങ്കിൽ ഒരു ഓസിലേഷന് എത്ര സമയം? നമുക്ക് ഈസി അല്ലേ? 30 ഓസിലേഷന് 1 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഓസിലേഷൻ എന്തായിരിക്കും? 1/30 ആയിരിക്കും അല്ലേ? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 60 second/30 വരും. വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2 സെക്കൻഡ് എന്ന് പറയും. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. 1 ഓസിലേഷൻ എടുത്ത സമയം, അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ എടുത്ത സമയമാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് എന്താണ്? ടൈം പീരീഡ് അല്ലേ? ടൈം പീരീഡാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഒരു ഓസിലേഷൻ എത്ര സമയം എടുത്തു? അപ്പോൾ എത്ര സമയം എടുത്തു? 1 മിനിറ്റ് 30 എണ്ണത്തിന് 1 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60/30 അല്ലേ? 1 മിനിറ്റ് 60 സെക്കൻഡ് വരും. അപ്പോൾ നമ്മളിത് സെക്കൻഡിലാക്കണം. എപ്പോഴും നമ്മൾ യൂണിറ്റ് തരുവാണെങ്കിൽ അതിന് SI യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 60 സെക്കൻഡ്. അപ്പോൾ 30 ഓസിലേഷൻ 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷൻ എന്ത് വരും? 60/30 വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. ഈ സെയിം പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര തവണ ഓസിലേറ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ പെൻഡുലം ഒരു മിനിറ്റിൽ, അതായത് 30 ഓസിലേഷന് ഒരു മിനിറ്റ് എടുക്കും അല്ലേ? അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 30 തവണ ഓസിലേറ്റ് ചെയ്യും. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പം 60 സെക്കൻഡ് കൊണ്ട് 30 ഓസിലേഷൻ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര ഓസിലേഷൻ വരും? നമ്മൾ ഈ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് ആയി ചോദിച്ചേക്കുന്നത് അല്ലേ?
പറഞ്ഞാൽ മനസ്സിലായോ? 60 സെക്കൻഡ് കൊണ്ട് എന്താണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, 60 സെക്കൻഡ് കൊണ്ട് 30 ഓസിലേഷൻ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് 30/60 നമ്മൾ ഇവിടെ ചെയ്തതിൻ്റെ നേരെ ഇൻവേഴ്സ് ആണ് അല്ലേ? 30/60 എന്ന് പറയുമ്പോൾ 1/2 വിച്ച് ഇസ് 0.5. അപ്പോൾ ഈ ചോദിച്ചിരിക്കുന്ന സാധനം എന്താണ്? അതിൻ്റെ ഫ്രീക്വൻസി. ആ പെൻഡുലത്തിൻ്റെ ഫ്രീക്വൻസിയാണ് 0.5. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ റെസിപ്രോക്കൽ, ദാറ്റ് ഇസ് 2 സെക്കൻഡ്. അങ്ങനെയാണ് ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മൾ ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് പാർട്ട്, ഇതൊരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ. നമ്മളിതിൻ്റെ ഒരു തുടക്ക ഭാഗമാണ് ഈ പറഞ്ഞത്. ഞാൻ ഇത്രയും പറഞ്ഞ ഭാഗം ഒന്നുകൂടെ ഒന്ന് പറയാം. നമ്മളിപ്പോൾ ആദ്യം പഠിച്ചത് ഓസിലേറ്ററി മോഷനെ പറ്റിയിട്ടാണ്. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഇക്വിലിബ്രിയം പൊസിഷൻ അബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ പോകുന്ന പീരിയോഡിക് മോഷനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓസിലേഷൻ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, സ്വിങ്ങിൻ്റെ മോഷന്, പെൻഡുലത്തിൻ്റെ മോഷനൊക്കെ ഓസിലേഷൻ എക്സാമ്പിളാണ്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. നമ്മൾ എങ്ങനെയാണ് ഒരു സ്വിങ് കൗണ്ട് ചെയ്യുക? എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ പൊസിഷനിൽ നിന്ന് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ കഴിഞ്ഞ് കംപ്ലീറ്റ് തിരിച്ച് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ വരിക. അതിനെയാണ് ഒരു വൺ ഓസിലേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ബി ടു എ ബാക്ക് ടു ഒ, അതാണ് വൺ ഓസിലേഷൻ എന്ന് പറയാം. ഓക്കെ, എ ആണെങ്കിൽ ബിയിൽ പോയിട്ട് തിരിച്ച് എയിൽ തന്നെ വരുമ്പോഴാണ് ഒരു ഓസിലേഷൻ വരിക. പിന്നെ ടൈം പീരീഡ് എന്താണെന്ന് പറഞ്ഞു. ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുക. ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് സെക്കൻഡ്. ഇനിയും ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ആൻഡ് ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് ഹെർട്സ്. നമ്മൾ ടൈം പീരീഡ് ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. എപ്പോഴും ഓർത്തോളുക, അതിൻ്റെ ഇൻവേഴ്സ് ആണ്. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ടൈം പീരീഡ് കുറവായിരിക്കും. ഓക്കെ, അപ്പം പിന്നെ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രോബ്ലം, ഇത് രണ്ടും കണക്ട് ചെയ്യുന്നൊരു സിമ്പിൾ പ്രോബ്ലം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങളുടെ കമൻസ്, എന്തെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗത്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻസായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ്.